നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ ആഗ്രഹമുണ്ടോ? ജോലി തിരക്കാണോ തടസ്സം? വിഷമിക്കേണ്ട, ബാസ് സ്റ്റഡി സെന്റർ നിങ്ങളൊപ്പം ഉണ്ട്. BA, BCom, BBA, BSW പോലുള്ള ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾക്ക് എവിടെയിരുന്നും എപ്പോൾ വേണമെങ്കിലും പഠിക്കാം. ഇനി പ്രായമാണോ നിങ്ങളുടെ തടസ്സം? അല്ല. ഏത് പ്രായക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓൺലൈൻ ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയലുകളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ബാസ് സ്റ്റഡി സെന്റർ കൂടെയുണ്ട്. ഹായ് എവരിവൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എക്സാമിന് നിങ്ങൾ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഏത് രൂപത്തിലാണ് നിങ്ങൾ ആൻസേഴ്സ് അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഏത് രൂപത്തിലായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങളാണ്. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ചെക്ക് ചെയ്തിട്ടാണ് നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. ആ ഒരു പാറ്റേണും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇപ്പം മെയിനായിട്ടും നമുക്ക് വരുന്ന പേപ്പർ എന്ന് പറയുന്നത് മലയാള കവിത ആധുനികം എന്നുള്ളത്. അപ്പം മലയാള കവിത ആധുനികം എന്നുള്ള പേപ്പറിൽ നമുക്ക് മെയിനായിട്ടും 4 സെക്ഷനായിട്ടാണ് ക്വസ്റ്റ്യൻസ് മെയിനായിട്ടും വരാറുള്ളത്. അപ്പം നമുക്ക് സെക്ഷൻ എയിൽ മെയിനായിട്ടും 10 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതിൽ ഏതെങ്കിലും 8 എണ്ണം മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. ഓരോ മാർക്ക് വീതമാണ് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസിനും വരുന്നത്. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ ഇൻസ്ട്രക്ഷൻസും വായിച്ചു നോക്കുക. എന്നിട്ട് അതിനനുസരിച്ച് മാത്രം എക്സാം എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമുക്ക് മെയിനായിട്ട് 3 മണിക്കൂറാണ് എക്സാം വരുന്നത്. അപ്പോൾ 3 മണിക്കൂറിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ആൻസേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് എഴുതാവുന്നതേ ഉള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻസ് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്കിപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും അതുപോലെ തന്നെ ഏത് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ എക്സാം എഴുതാനായിട്ട്. വെറുതെ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യരുത്. അപ്പോൾ ടൈമും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. അതുപോലെ തന്നെ മാർക്കും കൂടി നോക്കിയിട്ട് നിങ്ങൾ എക്സാം എഴുതുക കേട്ടോ. നെക്സ്റ്റ് വരുന്നത് നമുക്ക് സെക്ഷൻ ബി ആണ്. മെയിനായിട്ട് നമുക്ക് അതിൽ 8 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. അതിൽ 6 ക്വസ്റ്റ്യന് മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. 2 മാർക്ക് വീതമാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഒരുപാട് നമ്മൾ നീട്ടി വലിച്ച് എഴുതണമെന്നില്ല. അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എഴുതി വെച്ചാൽ തന്നെ നമുക്ക് 2 മാർക്ക് മേടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് 2 മാർക്ക് മേടിക്കാൻ വേണ്ടി സാധിക്കും. പത്രത്തിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണെന്നുള്ളത് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക. അതിനനുസരിച്ച് ആൻസേഴ്സ് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. നെക്സ്റ്റ് നമുക്ക് വരുന്നത് സെക്ഷൻ സി ആണ്. സെക്ഷൻ സിയിൽ മെയിനായിട്ടും 8 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതിൽ ഏതെങ്കിലും 6 എണ്ണം മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. പക്ഷേ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെന്ന് കരുതിയിട്ട് നിങ്ങളത് സിമ്പിളാക്കി വിടരുത്. അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് ആൻസർ എഴുതി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് 5 മാർക്ക് കിട്ടത്തുള്ളൂ. മിനിമം ഒരു 1.5 പേജെങ്കിലും നിങ്ങൾ ആൻസേഴ്സ് എഴുതിയിരിക്കണം. അപ്പം ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്യുക. നിങ്ങളിപ്പോൾ പെന്ന് വെച്ചോ അല്ലെങ്കിൽ പെൻസിൽ വെച്ചോ അത് മാർക്ക് ചെയ്ത് വെക്കുക. എങ്കിലാണ് നമുക്ക് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. വാല്യുവേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരെ ഇംപ്രസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ആൻസേഴ്സ് എഴുതുവാണെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് ബെറ്റർ ആയിരിക്കും. അടുത്തതായിട്ട് നമുക്ക് വരുന്നത് സെക്ഷൻ ഡി ആണ്. 4 ക്വസ്റ്റ്യൻസ് ആണ് ആകെ വരുന്നത്. അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതാനുള്ള ആൻസേഴ്സ് ആണ് ഉണ്ടായിരിക്കുക. 10 മാർക്കിന് ക്വസ്റ്റ്യൻ ആണ്. ഏതെങ്കിലും 2 എണ്ണം മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. അപ്പം നമുക്ക് ഈ ഒരു എക്സാം ലാസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു സെക്ഷൻ ഡിയിലെ ക്വസ്റ്റ്യൻസ് എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നമുക്ക് അതിനകത്ത് ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ കണ്ടന്റ് ഉണ്ടായിരിക്കും, അതുപോലെ കൺക്ലൂഷൻ ഉണ്ടായിരിക്കും. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. കാരണം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയെങ്കിൽ മാത്രമേ 10 മാർക്ക് കിട്ടത്തുള്ളൂ. മിനിമം ഒരു 3 പേജെങ്കിലും നമുക്ക് ആൻസേഴ്സ് എഴുതേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ കംപ്ലീറ്റ് എഫേർട്ടും എടുത്തിട്ട് വേണം നിങ്ങൾ ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഈ ഒരു ആൻസർ എഴുതാനായിട്ട്. എന്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുവാണെങ്കിലും അത് നിങ്ങൾ മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ 3 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ എക്സാം എഴുതി കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം ആൻസേഴ്സ് ഒക്കെ എഴുതാനായിട്ട്. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ക്വസ്റ്റ്യൻ പേപ്പറും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുക. ഇൻസ്ട്രക്ഷൻസ് വായിക്കാൻ മറക്കരുത്. ഇൻസ്ട്രക്ഷൻസ് വായിച്ചതിന് ശേഷം മാത്രം എല്ലാവരും എക്സാം എഴുതുക. അപ്പോൾ ഓൾമോസ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറുമായി ബന്ധപ്പെട്ട എല്ലാ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്